ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അടുത്തതായി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ഒന്ന് ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം സവാളയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിനെ ഇളക്കി സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ ചെറിയ തീയിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരുപാട് തീയുടെ ആവശ്യമില്ല, നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് അത് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വെണ്ടയ്ക്കയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ മസാല എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിനെ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. അങ്ങനെ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. അതിൻ്റെ ആ സ്റ്റിക്കി എഫക്റ്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെറിയ തീയിൽ ഇതിനെ തുറന്ന് വെച്ച് വേവിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഒറ്റയായിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം നോക്ക്, എല്ലാം നല്ല റെഡിയായിട്ടുണ്ട്. ഒറ്റയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.